അറിയില്ല എന്നെനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ധൈര്യത്തോടെ കയറ്റി വിട്ടത്. പിന്നെ ഒരു വണ്ടിയിൽ എല്ലാരും കൂടെ പോകുന്ന സമയത്ത് ലോക രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അത് ഓൺ എ സീരിയസ് നോട്ട് ഞങ്ങൾ തമ്മിൽ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയാതെ തന്നെ ഇവനും പറയുന്നുണ്ട്, ഒരുപക്ഷെ ഞാൻ ബേസിൽ എന്ന് പറയുന്ന സംവിധായകനെ മിസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബേസിൽ എന്ന് പറയുന്ന സംവിധായകനെ മിസ് ചെയ്യുന്നുണ്ട്. അതെനിക്കും നല്ല കൃത്യമായിട്ട് അറിയാം. പക്ഷെ അങ്ങനെ തല്ലിപ്പഴിപ്പിക്കാൻ പറ്റില്ല. ആസ് എൻ ആക്ടർ ബേസിൽ നല്ല വൃത്തിയായിട്ട് അവന്റെ ജോലി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആസ് എ ഫ്രണ്ട്, ആസ് എൻ ഓഡിയൻ, ആസ് എ പ്രൊഡ്യൂസർ ഒക്കെ ഞാൻ നോക്കുന്ന സമയത്ത് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ആക്ടിങ് പെർഫോമൻസസ് ബേസിലിന്റെ ഭാഗത്തുനിന്ന് ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ബേസിലിന്റെ സിനിമകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാം. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ബേസിലിന് ആസ് എ ഡയറക്ടർ ഒരു സിനിമ ചെയ്യുമ്പോൾ ആണ് അതിനേക്കാൾ ഒരു ആസ് എൻ ആക്ടർ ഉള്ളതിനേക്കാൾ ഹൈ കിട്ടുന്നത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഞാനും ഇവരോടും പറഞ്ഞിട്ടുള്ളത്, ഒരു 3 വർഷം കൂടുമ്പോൾ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം, പക്ഷെ അതുകൊണ്ട് അഭിനയം നിർത്തരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്.